അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ രോഗനിർണയ പരിശോധനകൾ. പാപ്സ്മിയർ ഓർക്കണം. ചോദിച്ചിട്ടുള്ളത് പറയുവാണെങ്കിൽ എലൈസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറൽ ടെസ്റ്റ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾ. കൂടെ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമസ്കാരം, എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പ്രിലിമിനറി എക്സാമിങ് അടുത്തു. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പൊ ഈ ലാസ്റ്റ് നിമിഷത്തില് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ, നമുക്കറിയാം എന്തൊക്കെയാ അവിടെ പഠിക്കാനുള്ളത് എന്നുള്ളത്. സോ അപ്പൊ ആ ഒരു ഭാഗത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ISRO കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്യുവർ സയൻസിൽ തന്നെ നമുക്ക് നിൽക്കാം. അപ്പൊ ഈ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ 5 മാർക്കില് ഒരു എക്സാം നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രിലിമിനറി എക്സാമില് 2 അല്ലെങ്കിൽ 3 മാർക്കില് ഈ സയൻസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്, അതായത് ടെക്നോളജി റിലേറ്റഡ് അല്ല, പ്യുവർ സയൻസിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 2 അല്ലെങ്കിൽ 3 മാർക്ക്. സോ അപ്പൊ ഈ ഒരു സയൻസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ്, അതായത് 8 എക്സാമുകൾ നമുക്ക് ഈ ഒരു 2021 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ നമുക്ക് പ്രിലിമിനറി എക്സാമുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസിന്റെ ടോപ്പിക്സ് നമുക്കറിയാം. നമ്മുടെ സിലബസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്സ് ഓരോന്നും പറയുമ്പോൾ എൻവയോൺമെന്റൽ സയൻസ് വരുന്നുണ്ട്, പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എൻവയോൺമെന്റൽ സയൻസിലൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചില ടോപ്പിക്കുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ നമ്മളോട് ഓരോ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ പ്രിലിമിനറി എക്സാമിൽ ഈ കഴിഞ്ഞ 8 എക്സാമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ സയൻസിന്റെ ഭാഗത്ത് അങ്ങനെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിന്റെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഫാക്ട്സും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്നോണം ഇത് നമ്മൾ കണക്കാക്കണം. ഇനി പറഞ്ഞതുപോലെ എല്ലാം എടുത്തിട്ട് പഠിക്കാനായിട്ട്, സയൻസ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇനി നമുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സമയമില്ല. പക്ഷെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ടോപ്പിക്കുകൾ നമ്മളൊന്ന് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എങ്ങനെ പോയാലും ഒരു മാർക്കിനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. 2 or 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒന്നെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഒന്നല്ല 1 or 2 ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ, മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പോകാം. അപ്പൊ അതില് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സയൻസ് തന്നെയാണ്. എൻവയോൺമെന്റൽ സയൻസ് സിലബസ് നോക്കിയാൽ നമുക്ക് നമ്മുടെ സിലബസിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ്. അവിടെയും കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു 2-3 ടോപ്പിക്കുകളുണ്ട്. സോ അത് തന്നെയാണ് നമ്മളോട് ഈ 8 എക്സാമുകൾ നമ്മൾ എടുത്തു നോക്കുകയാണ്. എല്ലാത്തിലും നമുക്ക് എൻവയോൺമെന്റൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടായിരിക്കും. സോ ടോട്ടൽ നമുക്കൊരു 12ഓളം ക്വസ്റ്റ്യൻസ് ഈ 8 എക്സാമുകളിലായിട്ട് ഈ നമ്മുടെ എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏകദേശം 40ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ ഈ 8 എക്സാമുകളിലായിട്ട് വന്നിരിക്കുന്നത്. അതിൽ പകുതിയോളം 20ഓളം ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുള്ളത് മാറ്റി നിർത്തിയാൽ 20ഓളം അടുത്ത ക്വസ്റ്റ്യൻസ് സയൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ, അതായത് പ്യുവർ സയൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ചോദിക്കുന്നുണ്ട്. അതിൽ 12ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്നത് എവിടെ നിന്നാ? നമ്മുടെ എൻവയോൺമെന്റൽ സയൻസിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നില്ലേ? സോ ഒരു ക്വസ്റ്റ്യൻ മിനിമം നമുക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ എൻവയോൺമെന്റൽ സയൻസിൽ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചും പിന്നെ അതേപോലെ ഗ്ലോബൽ വാർമിംഗ് കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 3 തവണ അതിൽ കൂടുതലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്, അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, അതിന്റെ എന്താണ് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട്
സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ എൻവയോൺമെന്റൽ സയൻസ്. അതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഒത്തിരി വലിയ കാട് കയറി പഠിച്ചില്ലെങ്കിലും ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്ക് പഠിച്ചു വെക്കാം. അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും നമുക്ക് വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഊഹിച്ചാല് നമ്മൾ പഠിക്കുന്നതല്ലേ, ജോഗ്രഫിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു, ഏത് സംസ്ഥാനം, അങ്ങനെയുള്ള രീതിയിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന്. സോ അപ്പൊ അതും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നമ്മളോട് ഈ ഒരു ഭാഗത്ത് നമ്മൾ എൻവയോൺമെന്റൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ നമ്മളോട് ഇത് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പൊ അതും നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് പഠിച്ചു വെക്കണം. അപ്പൊ എൻവയോൺമെന്റൽ സയൻസിൽ നോക്കിയാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്തായാലും ഒരു പ്രയോജനം അത് എക്സാമിന് ഉണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ എൻവയോൺമെന്റൽ സയൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് ഹ്യൂമൻ ബോഡി ആൻഡ് ഹെൽത്ത്. അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സിലബസിന്റെ തുടക്കത്തിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നമുക്ക് എടുത്തു പറയുന്നുണ്ട്. ഹെൽത്ത്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് ഫാക്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഹ്യൂമൻ ബോഡി ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ വന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരേ ഏരിയ, അതായത് രോഗങ്ങൾ തന്നെയാണ് നമ്മളോട് ചോദിക്കുന്നത്. രോഗങ്ങളിൽ നിന്നാണ് ഈ 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതൊക്കെ തന്നെ. രോഗങ്ങൾ എന്ന് വെച്ചാൽ രോഗങ്ങളുടെ ഏതൊക്കെയാണ് രോഗകാരികൾ എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള ഒരു എക്സാമിന് നമ്മളോട് പാത്തജൻ റിലേറ്റഡ് ആയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ രോഗകാരി ഏതൊക്കെയാന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട രോഗങ്ങൾ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ രോഗനിർണയ പരിശോധനകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ വൈഡൽ ടെസ്റ്റ് ഒക്കെ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ എക്സാമിലും നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. സോ അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ പഠിക്കണം. പിന്നെ നമുക്ക് വാക്സിനുകളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള ഈ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന പാത്തജൻസ്, വാക്സിൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ 4 മാർക്കിന് നമ്മളോട് ഇതുവരെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ അസുഖങ്ങൾ എന്തായാലും ഈ ഒരൊറ്റ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ എന്തായാലും പല എക്സാമുകൾ എഴുതുന്ന ആൾക്കാരായിരിക്കും. സോ അതിലൊക്കെ നമ്മൾ ഓരോന്നിന്റെയും സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഈ രോഗം എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാത്തിലും നമുക്ക് പൊതുവായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് അത് പഠിക്കുന്നത് വേസ്റ്റ് ആവില്ല. സോ അതുകൂടി നമ്മൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും വേണ്ട, രോഗകാരികൾ പഠിക്കുക. ഈ പറഞ്ഞ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാലും മതി. പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഓരോന്നും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഈ സയൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി അധികം വലിയ കാട് കയറിയിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ കടുകട്ടി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതും. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് പഠിക്കണം. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റുകളെ കുറിച്ച്. സോ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് പഠിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റുകൾ കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ അതും റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ വ്യക്തികളെ കുറിച്ച് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. ഈ പറഞ്ഞ എൻവയോൺമെന്റൽ സയൻസ് ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ രോഗങ്ങളുടെ കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ എക്സാമിനും പൊതുവായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും. അതൊക്കെ നമുക്ക് ഓർത്തെടുക്കാം. എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് പ്രധാനപ്പെട്ടത് വേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സിലേക്ക് കടന്നാല് നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എൻവയോൺമെന്റൽ സയൻസ് ആണ്. അതിൽ തന്നെ നമ്മളോട് കൂടുതലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പൊ നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണ് എന്നുള്ളതിൽ തന്നെ നമുക്ക് ഓരോന്ന് നോക്കി പോകാം. സോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാലോ, അതായത് നമ്മുടെ ഭൂമിയിൽ നാച്ചുറലി തന്നെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് ഈ ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ നമ്മുടെ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ സൂര്യൻ, ഇതേപോലെ നമ്മുടെ സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം നമുക്കറിയാം
ഇങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന നമ്മുടെ ഈ സൗരോർജ്ജം ഭൗമ വികിരണങ്ങളായിട്ട് തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്ന നമ്മുടെ സൗരോർജ്ജം ഇത് നമുക്ക് ഭൗമ വികിരണങ്ങളായിട്ട് തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തില് ചില കൂട്ടരുണ്ട് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ചില വാതകങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ ഭൗമ വികിരണങ്ങളെ പുറത്തേക്ക് കടത്തിവിടാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തും, ആഗിരണം ചെയ്ത് പിടിച്ചു നിർത്തും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്. സോ അങ്ങനെ പിടിച്ചു നിർത്തുന്നതിന്റെ ഫലമായിട്ട് എന്തിനാ പിടിച്ചു നിർത്തുന്നത്? ഈ ഭൗമ വികിരണത്തെയാണ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന് കാരണക്കാരെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള കുറച്ച് വാതകങ്ങളാണ് ഇങ്ങനെ ഈ ഭൗമ വികിരണങ്ങളെ വെളിയിലേക്ക് വിടാതെ ആഗിരണം ചെയ്ത് പിടിക്കുന്നത്. ആ വാതകങ്ങളെ നമുക്കറിയാം, നമ്മൾ അവരെ ഹരിതഗ്രഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കും. നമ്മളോട് കോമൺ ആയിട്ട് ഓരോ എക്സാമുകളിലും ചോദിക്കുന്നതാണ്, തന്നിരിക്കുന്നതിൽ ആരാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഉൾപ്പെടാത്തത് ഏത്? നമ്മുടെ പ്രിലിമിനറി എക്സാമിന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഭൗമ വികിരണങ്ങളെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഏതൊക്കെ? ഒന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കുറെ പേരുണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഓർത്തു വെക്കണം. പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്? മീതെയിൻ വരുന്നുണ്ട്, CH4 മീതെയിൻ ഉണ്ട്, CFCs അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് വരുന്നുണ്ട്, നൈട്രസ് ഓക്സൈഡ് വരുന്നുണ്ട്, ഓസോൺ വരുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് എന്താ? നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ഓക്കെ, നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, CFC, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. ഇതൊക്കെ എന്താണ്? നമ്മൾ ഇതേപോലെ നമ്മുടെ സോളാർ, അതായത് നമ്മുടെ ഭൗമ വികിരണങ്ങളെ ട്രാപ്പ് ചെയ്ത് നിലനിർത്തുന്ന, അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്ന നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നമ്മളോട് ഈ സാധാരണ എക്സാമുകളിൽ ചോദിക്കുമ്പോഴത്തേക്കും ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത്, അല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റഡ് ആയിട്ട് കാണാറുള്ള ഒരു ഗ്യാസ് ആണ് നമ്മുടെ നൈട്രജൻ. ചോദിക്കുക, N2 തരാറുണ്ട്. സോ നൈട്രജൻ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? അല്ല, അല്ലെ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം നൈട്രജൻ ആണ്. എത്ര ശതമാനമാണെന്നൊക്കെ ഓരോ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. എത്ര ശതമാനമാണ്? 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് വരുന്നത് അല്ലെ. പക്ഷെ നൈട്രജൻ എന്ന് പറയുന്നത് എന്തല്ല, ഇതേപോലെ നമ്മുടെ ഭൗമ വികിരണങ്ങളെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്നുള്ളത് ഓർക്കണം. ഓപ്ഷൻസ് പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. ഓക്കെ, നൈട്രജന്റെ കോമ്പൗണ്ട് ആണ്, അതായത് ഓക്സൈഡ് ആയിട്ടുള്ള നൈട്രസ് ഓക്സൈഡ് N2 ആണ് ഏത്? നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നൈട്രസ് ഓക്സൈഡ്, CFCs ഇതൊക്കെ എന്താണ്? നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒന്നാണ് ഏത്? നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന കാര്യം അല്ലെ. ആഗോള താപനം എന്ന് പറയുന്ന, നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നാച്ചുറലി നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം വളരെയധികം തണുത്തുറഞ്ഞു പോകാതെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് നിലനിന്ന് പോകുന്നത്. പക്ഷെ അമിതമായാൽ അമൃതം വിഷം എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒത്തിരിയധികം ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഈ കൂട്ടരൊക്കെ ഒത്തിരിയധികം നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കും? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ഭൗമ വികിരണങ്ങളെ ഇവരെ ട്രാപ്പ് ചെയ്ത് ആഗിരണം ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അന്തരീക്ഷ താപനില ഓവറായിട്ട് നമുക്ക് കൂടാനായിട്ട് തുടങ്ങും. ആ പ്രതിഭാസമാണ് നമുക്കറിയാം, അതിനെ നമ്മൾ എങ്ങനെ വിളിക്കുക? ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ താപനില കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വളരെയധികം കൂടുന്ന പ്രതിഭാസമാണ് ഗ്ലോബൽ വാർമിംഗ്. നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ടുള്ള
ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഗ്യാസ് ഏത് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത്? ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവനാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മളോട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത് എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ചോദിക്കുകയാണ്. ഇതൊക്കെ ആരാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഓർക്കണം. അതായത് 60% നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇഷ്യൂവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൂട്ടരെന്ന് പറയുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡേറ്റയാണ് കേട്ടോ. സോ ഇതേപോലെ ഒരു ചാർട്ടൊക്കെ നമുക്ക് അവിടെ തരുന്നുണ്ട്. സോ അപ്പം ഏകദേശം ഓർത്ത് വെക്കുക, 60% ഏറ്റവും കൂടുതൽ പകുതിയിലധികം ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ പ്രശ്നത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വില്ലൻ ആരാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഘടകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ തന്നെ മീഥേൻ, ഇതൊക്കെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ. ഇതൊക്കെ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. മീഥൈൻ 20% കാരണമാകുന്നുണ്ട്. CFC ആണെങ്കിൽ 14%, നൈട്രസ് ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ 6%. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒക്കെ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് എടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇതാണ് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ട് ഗ്ലോബൽ വാർമിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിമിനറി എക്സാമിനാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ എക്സാമുകളിലൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ആഗോളതാപനം കുറയ്ക്കാനായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന മെഷേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ അതൊന്ന് നമുക്ക് ചിന്തിച്ചാൽ പറയാവുന്നതല്ലേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വസ്തുക്കളുടെ എന്ത് ചെയ്യുക? അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ അവരുടെയൊക്കെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഫോസിൽ ഇന്ധനങ്ങളൊക്കെ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ചാൽ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം. ഒരു എക്സാമിന് ചോദിച്ചിരുന്നതാണ് ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കൂട്ടണം, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ. നടക്കുന്ന കാര്യമാണോ? ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂൽസ് കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കണം. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതേപോലെ തന്നെ ഇൻക്രീസ് ദി എനർജി എഫിഷ്യൻസി, നമ്മുടെ ഊർജം, നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ ഊർജത്തിന്റെ ഇന്ധനക്ഷമത അല്ലെങ്കിൽ ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ വഴി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മെയിൻ ഒരു കാര്യം, ഒന്ന് നമുക്ക് കൺട്രോൾ, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുക അല്ലെ. വനനശീകരണം കുറയ്ക്കുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ അളവിനെ കുറച്ചുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓരോ എക്സാമ്പിൾ ചോദിക്കുന്നത്, ഇപ്പൊ ഫോസിൽ ഫ്യൂവലിന്റെ കേസ് പറഞ്ഞതുപോലെ ഡീഫോറസ്റ്റേഷൻ കൂട്ടുക. ഡീഫോറസ്റ്റേഷൻ കൂട്ടിയാൽ എന്താ? ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമുക്ക് കൂടുകയല്ലേ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗും കൂടും. സോ അപ്പൊ എന്തൊക്കെയാ മെഷേഴ്സ് എന്ന് പറയുന്ന? ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറയ്ക്കണം, എനർജി എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ റീഫോറസ്റ്റേഷൻ, വനവൽക്കരണം നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മെഷേഴ്സിൽ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ നമ്മളോട് നമ്മുടെ പ്രിലിമിനറി എക്സാമിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പല എക്സാമുകളിലും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രോട്ടോകോൾ. ഏതാ പ്രോട്ടോകോൾ? ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട്, കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പുവെക്കപ്പെട്ട നമ്മുടെ ഉടമ്പടി അല്ലെങ്കിൽ പ്രോട്ടോകോൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ഓർത്ത് വെക്കണം, ഇത് ഓരോ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. പിന്നെ നമ്മൾ ഇവിടെ 2-3 ഡേറ്റും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
ഒന്ന് ഇത് അഡോപ്റ്റ് ചെയ്തത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 97-ലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 1997-ലാണ്, ഡിസംബർ 11-നാണ്, ഓർത്തു വെക്കുക. ഇനി ഇത് നിലവിൽ വന്നിരിക്കുന്നത് 2005-ല്. ഓക്കെ, അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് 97-ലും അതിനുശേഷം 2005-ലാണ് ഇത് നിലവിൽ വരുന്നത്. 2005 ഫെബ്രുവരി 16-നാണ്, ഓർത്തു വെക്കുക. ഇനി ഇതിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളത് എന്നാണെന്ന് ചോദിച്ചാൽ 2002 ഓഗസ്റ്റ് 26-നാണ്. ഈ ഡേറ്റും കൂടി ഒന്ന് ഓർത്തു വെക്കുക. മെയിൻ ആയിട്ട് ഈ പ്രോട്ടോകോൾ ഒരു പ്രിലിമിനറി ലെവലിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളോട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. സോ അപ്പൊ പഠിച്ചു വെക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഏത്? ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിത് നിലവിലുണ്ടോ? ഇല്ല, അല്ലെ? അതായത് 2012-ല് ഓർക്കണം, 2012-ല് നമുക്ക് ഈ ഒരു ഉടമ്പടി അവസാനിച്ചു. അതിനുശേഷം ഇതിന് പകരമായിട്ട് നിലവിൽ വന്നതാണ്, അതുകൂടി ഓർക്കണം, ഏത്? പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇത് ഒപ്പുവെക്കപ്പെട്ടത് 2015-ലാണ്, അഡോപ്റ്റ് ചെയ്തത് 2015 ഡിസംബർ 12-നാണ്. നിലവിൽ വന്നിരിക്കുന്നത് തൊട്ടടുത്ത വർഷം 2016-ആണ്, നവംബർ 4-നാണ്, ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നിലവിൽ വന്നത് 2016 നവംബർ 4-നാണ്. ഏത് ഉടമ്പടി നിലവിൽ വന്നത്? പാരീസ് ഉടമ്പടി നിലവിൽ വന്നിരിക്കുന്നത് ക്യോട്ടോ പ്രോട്ടോകോളിന് പകരമായിട്ട്. ഇതിൽ ഇന്ത്യ സൈൻ ചെയ്യുന്നത് 2016 ഒക്ടോബർ 2-നാണ് നമ്മുടെ രാജ്യം സൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡേറ്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, മെയിൻ ആയിട്ട് ഓരോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഈ അഗ്രിമെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കണം. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്ത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കത്തില്ലേ? നമുക്ക് ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാമിന് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു പോർഷൻ കൂടിയായത്. അപ്പൊ ഇനി ഇവിടെ ഈ പ്രോട്ടോകോൾസ് പഠിക്കുന്ന കൂടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ കൂടി നമ്മൾ ഓർത്ത് വെക്കണം. അതായത് നമ്മുടെ ഓസോൺ പാളിയുടെ ശോഷണവുമായിട്ട് ബന്ധപ്പെട്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോട്ടോകോൾ ഒപ്പുവെക്കപ്പെടുകയുണ്ടായി. അത് ഓർക്കുന്നുണ്ടോ? ഏതാന്നുള്ളത്? നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്, അല്ലെ? നമ്മൾ പഠിക്കുന്നതാ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒപ്പുവെക്കപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഉടമ്പടിയാണ് ഏത്? നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കാര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ ഓർത്ത് വെക്കണം. ഇത് അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1987-ലാണ്, 1987 സെപ്റ്റംബർ 16-നാണ്. ഈ ഡേറ്റ് ഓർത്ത് വെക്കണം. ഇപ്പൊ നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിലിമിനറി എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, അത് ഇന്ന ഒരു ഭാഗമെന്ന് നമുക്ക് പറയാനില്ല. നമ്മളോട് ചോദിച്ചത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഇതേപോലെ ഡേറ്റ്സ് ചോദിക്കാം. അത് നമ്മൾ ഏത് ഭാഗം പഠിക്കുന്നോ അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഡേറ്റ്സ് നമുക്ക് ആ കൂടെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തായാലും ഈ ഡേറ്റ് ഓർത്ത് വെക്കുക, സെപ്റ്റംബർ 16. എന്താ പറയാനുള്ള കാര്യം? പ്രത്യേകത, നമ്മൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓർക്കണം, സെപ്റ്റംബർ 16 ഓർത്ത് വെക്കാം. ഓസോൺ ദിനമായിട്ട് നമ്മൾ എന്നാ ആചരിക്കുന്നത്? സെപ്റ്റംബർ 16. പ്രത്യേകത എന്താ? മോൺട്രിയൽ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് ഇത്, സെപ്റ്റംബർ 16, 1987 ആയിരുന്നു. ഇനി ഇത് നിലവിൽ വരുന്നത് 1989 ജനുവരി 1-നാണ് നമുക്കിത് നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ സൈൻ ചെയ്തത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സൈൻ ചെയ്തത് എന്നാണ്? അത് ജസ്റ്റ് ഓർത്ത് വെച്ചാലും മതി. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രിലിമിനറി എക്സാം ആകുമ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് വർഷങ്ങള് ഇതുവരെ നമുക്ക് ഈ നടന്ന 8 എക്സാമിനും ചോദിച്ചിട്ടില്ല. മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്ക്. 94-ലാണ് നമ്മൾ സൈൻ ചെയ്തത്, ജൂൺ 19-നാണ്. ഓക്കെ, അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ മെയിൻ ആയിട്ട് സെപ്റ്റംബർ 16 എന്നുള്ള ഡേറ്റ് ഓർക്കണം. ഇനി ചിലപ്പോൾ അതായിരിക്കും നമ്മളോട് ചോദിക്കുക, ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് മറന്നുപോവോ നമ്മള്? ഇല്ല, അല്ലെ? സെപ്റ്റംബർ 16 എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഓസോൺ പാളിയുടെ ശോഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് ഏത്?
എന്ന് ചോദിച്ചാൽ ഏതാ? നമ്മുടെ ഓസോൺ പാളിയാണ് അല്ലെ. അൾട്രാ വയലറ്റ്, ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഏത് അന്തരീക്ഷ പാളിയിലാണ്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫെറിക് ലെയറിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ആ സ്ട്രാറ്റോസ്ഫെറിക് ലെയറിലുള്ള നമ്മുടെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന മെയിൻ ആയിട്ടുള്ള ഘടകം ഏത് എന്ന് നമ്മളോട് ചോദിക്കാം. ഏതായിരിക്കും അത്? CFC ആണ്. ഓർക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിയാണ് അല്ലെ. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓസോൺ പാളിയുടെ വിള്ളലിന് അല്ലെങ്കിൽ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന ഘടകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് CFC ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി ഈ CFCയില് ക്ലോറോ ഫ്ലൂറോ കാർബൺ, ക്ലോറിൻ ആണോ ഫ്ലൂറിൻ ആണോ, ഏതാണ് നമുക്ക് ഈ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന ഘടക മൂലകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എലമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ക്ലോറിൻ ആണ് എന്നുള്ളത് ഓർക്കണം. ഓക്കെ, ക്ലോറിൻ ആണോ ഫ്ലൂറിൻ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. CFCയില് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ? അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഘടകം എന്ന് പറയുന്നത് ഏതാ? അവിടെയുള്ള ക്ലോറിൻ ആറ്റംസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. ഓക്കെ, ശരി. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ വേൾഡ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന എന്നാണ് സെപ്റ്റംബർ 16. അപ്പൊ ഇതൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ക്ലോറിന്റെ കേസും ഒക്കെ ചോദിക്കാം, അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി സെപ്റ്റംബർ 16 ബന്ധപ്പെട്ട് കുറച്ച്, അതായത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ സയൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതേപോലെ ചിലപ്പോ അതായത് നമ്മളോട് ചോദിക്കാവുന്നതാണ്. അതായത് കോമൺ ആയിട്ട് ഇപ്പം ഓരോ ദിവസങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ തീം ഒക്കെ നമ്മളോട് ചോദിക്കാറില്ലേ ഓരോ എക്സാമിന്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പൊ ഈ വേൾഡ് ഓസോൺ ഡേ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ സെപ്റ്റംബർ 16 നമ്മൾ പറഞ്ഞു. ആ തീമും കൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. 2023 നമ്മുടെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? മോൺട്രിയൽ പ്രോട്ടോകോൾ, ഫിക്സിംഗ് ദി ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഒന്ന് പഠിച്ചു വെക്കുക. മോൺട്രിയൽ പ്രോട്ടോകോൾ, ഫിക്സിംഗ് ദി ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് 2023 നമ്മുടെ തീം. ബാക്കിലേക്ക് പോകാൻ 2022 നമ്മുടെ തീം എന്ന് പറയുന്നത് എന്താ? ഗ്ലോബൽ കോർപ്പറേഷൻ പ്രൊട്ടക്ടിങ് ലൈഫ് ഓൺ എർത്ത്. അതാണ് നമ്മുടെ 2022 തീം എന്ന് പറയുന്നത്. ഗ്ലോബൽ കോർപ്പറേഷൻ പ്രൊട്ടക്ടിങ് ലൈഫ് ഓൺ എർത്ത്, അതാണ് 2022 നമ്മുടെ തീം എന്ന് പറയുന്നത്. ഇനി അതിൽ ഒരു വർഷം കൂടെ ബാക്കിലേക്ക് നമുക്ക് പഠിക്കാം. 2021 കൂടെ പഠിച്ചാല് 2021 നമ്മുടെ തീം എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ, കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ സ്കൂൾ. ഇതാണ് 2021 തീം. അപ്പൊ ഈ 3 വർഷത്തിലെയും തീം പ്രധാനമായിട്ട് 2023 നമ്മളൊന്ന് ഓർത്ത് വെക്കുക. സാധാരണ എക്സാമുകളിൽ ചിലപ്പോൾ തീം ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഡേറ്റ് എന്നാന്നുള്ളത് ഓർക്കുക. ഈ തീമും കൂടി ഈ ഭാഗത്ത് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ശരി. സോ അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ എൻവയോൺമെന്റൽ സയൻസില് ഗ്രീൻ ഹൗസ് ഗ്യാസസും ഗ്ലോബൽ വാർമിങ്ങും കണ്ട് നമ്മളിപ്പോ ഓസോൺ ലെയർ ഡിപ്ലീഷൻ വരെ എത്തി അല്ലെ. ശരി, അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഭാഗം, നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച്, പശ്ചിമഘട്ടത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എത്ര സംസ്ഥാനങ്ങളിലൂടെ, എവിടെ മുതൽ എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്? നമ്മുടെ ഗുജറാത്ത് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് നമ്മുടെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് അല്ലെ. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ആൻസർ എന്താ? 6 സംസ്ഥാനങ്ങളാണ് അല്ലെ. എത്ര എണ്ണത്തിലൂടെ എന്ന് ഓർക്കണം. ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. 6 സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് തുടങ്ങി തമിഴ്നാട് വരെ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 6 സംസ്ഥാനങ്ങൾ. ഫസ്റ്റ് നമ്മുടെ ഗുജറാത്ത് വരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോവ നമുക്ക് വരുന്നുണ്ട്. താഴെ നമുക്ക് എന്തുണ്ട്? കർണാടക വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വരുന്നുണ്ട് കേരളം വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് തമിഴ്നാട്. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ചിലപ്പോൾ ഇനി ചോദിക്കുന്നത് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ഏതൊക്കെയാ? ഗുജറാത്ത് ഉണ്ട്, താഴെ നമുക്ക് മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, കർണാടക, കേരള, തമിഴ്നാട്. 6 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ ലോകത്തില്, അതായത് 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളില് ഒന്നാണ് ഏത്? നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അല്ലെ. പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വർഷം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കണം. 2012
ജൂലൈ 1-നാണ്. ഓക്കെ, എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2012 വർഷം ഓർത്തു വെക്കുക. 2012 ജൂലൈ 1 എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ അപ്പൊ ആ ഒരു വർഷം കൂടി നമ്മൾ ഇവിടെ ഓർക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിച്ചു വെക്കണം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ ഭാഗങ്ങളില് നമ്മുടെ ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സിനെ നമ്മൾ ഓരോ പേരുകൾ വിളിക്കുന്നുണ്ട് അല്ലെ. ആ പേര് നമ്മളോട് എക്സാമിന് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ കാര്യമല്ല, ആ പേര് പഠിച്ചു വെക്കേണ്ടതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിനെ തമിഴ്നാട്ടിൽ എങ്ങനെയാ അറിയപ്പെടുക? നീലഗിരി മല എന്നറിയപ്പെടും അല്ലെ. തമിഴ്നാട്ടിൽ എങ്ങനെയാ നമ്മൾ വിളിക്കുക? നീലഗിരി മല എന്നാണ് എന്തറിയപ്പെടുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്നത്. ഇനി അതേസമയം നമ്മൾ അങ്ങ് കർണാടക, മഹാരാഷ്ട്ര അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ട്സിനെ നമ്മൾ എങ്ങനെയാ വിളിക്കുക? സഹ്യാദ്രി എന്ന് വിളിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് ഓർത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ സഹ്യാദ്രി എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിൽ, അതായത് മഹാരാഷ്ട്ര പോലെയുള്ള ആ ഭാഗങ്ങളിൽ, കർണാടകയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹ്യാദ്രി എന്ന് വിളിക്കും. അതേസമയം തമിഴ്നാട്ടിലെ നീലഗിരി മല എന്ന് വിളിക്കും. നമ്മളാണെങ്കിൽ എങ്ങനെ വിളിക്കും? കേരളത്തിലെ സഹ്യപർവ്വതം എന്ന് വിളിക്കും അല്ലെ. സോ അപ്പൊ ഈ പേരുകൾ കൂടി ഓർത്തു വെക്കണം. ഇന്ന സ്ഥലത്ത് എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയും നമ്മളോട് ചോദിക്കാവുന്നതാണ്. നീലഗിരി മല, സഹ്യാദ്രി, നമ്മളാണെങ്കിൽ സഹ്യപർവ്വതം എന്ന് വിളിക്കാൻ നമുക്കറിയാം. ഓക്കെ, സോ അപ്പൊ ഈ പേരുകളും കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി നമ്മള് ഈ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഇത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ഇതുവരെ നടന്നിട്ടുള്ളതിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇനി അടുത്തത് ഇതായിരിക്കും. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി, കസ്തൂരിരംഗൻ കമ്മിറ്റി ഒക്കെ നമുക്കറിയാം പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലെ. പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാ നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി നിലവിൽ വന്നത്? ചിലപ്പോൾ എന്നാണെന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ നെയിം ഉണ്ട്, ആ നെയിം ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ചെയർമാൻ ആര് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർമൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ. ആ പേര് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ചോദിക്കുക നമ്മളോട് വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനലിന്റെ ചെയർമാൻ ആര് എന്ന് ചോദിക്കും. ആരാത്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് അല്ലെ. നമുക്കറിയാം ആരാണെന്നുള്ളത്, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹമാണ് ഇത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനലിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ആണ്. ഓർത്തു വെക്കുക. അദ്ദേഹം ഉൾപ്പെടെ ഈ കമ്മിറ്റിയിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 14 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹമാണ് ചെയർമാൻ ആയിട്ടിരുന്നത്. ടോട്ടൽ നമുക്ക് 14 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റി നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ്? 2010 ഓർത്തു വെക്കുക. 2010 മാർച്ചിലാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് എന്നുള്ളത് ഓർക്കുക. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 2011 അല്ലെ. 2011 ഓഗസ്റ്റ് 31 ഇത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, സോ 2011 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വന്നത് തൊട്ട് ബാക്കിൽ 2010 നിലവിൽ വന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ എങ്ങനെയാ പേര്? വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ, ഗാഡ്ഗിൽ കമ്മിറ്റി, ചെയർമാൻ എന്ന് പറയുന്ന പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഈ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ആ കസ്തൂരിരംഗൻ നമ്മുടെ ഏതാണ്? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് പകരം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നിലവിൽ വന്നതാണ് നമുക്കറിയാം കസ്തൂരിരംഗൻ കമ്മിറ്റി. അതായത് നമുക്കറിയാം നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്ന പല നിർദ്ദേശങ്ങളും, അതായത് കംപ്ലീറ്റ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് പരിസ്ഥിതി ലോല മേഖല, എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സോൺ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു. പക്ഷെ പല മേഖലയിലുള്ളവർക്കും പലർക്കും അതങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അങ്ങനെ പല
എന്താ പല ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, ഓരോ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അങ്ങനെ നമുക്കറിയാം നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത കമ്മിറ്റി നിലവിൽ വന്നു, നമ്മുടെ കസ്തൂരി രംഗൻ കമ്മിറ്റി. ഈ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. ഓർക്കുക, വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ ആയിരുന്നു ഏത്, നമ്മുടെ ആദ്യത്തെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. എങ്ങനെ നമ്മൾ പറയുന്നത്? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആരാന്നായിരിക്കും ഇനി ചിലപ്പോൾ ചോദിക്കുന്നത്. ആരാണ്? കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ് അല്ലെ. ഡോക്ടർ കെ കസ്തൂരി രംഗൻ, അദ്ദേഹമാണ് ചെയർമാൻ ആയിട്ടുള്ളത്. ഓർത്തു വെക്കണം, ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ കെ കസ്തൂരി രംഗൻ ആയിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. ഇവിടെ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആയിരുന്നു? 10 മെമ്പേഴ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇനി ഈ ഒരു കസ്തൂരി രംഗൻ കമ്മിറ്റി അല്ലെങ്കിൽ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് നമുക്ക് നിലവിൽ വന്നത് 2012 നമ്മൾ പറഞ്ഞു. ഇവിടെ 2011 നമുക്ക് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിനുശേഷം നമുക്ക് കസ്തൂരി രംഗൻ കമ്മിറ്റി നിലവിൽ വരുന്നത് 2012 12 ഓഗസ്റ്റിൽ നിലവിൽ വന്നു. ഇവര് റിപ്പോർട്ട് സമർപ്പിക്കുന്ന എന്നാണ് 2013. 2013 ഏപ്രിൽ 15 റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആരാണ് ചെയർമാൻ? ഈ പേര് പ്രത്യേകം ഓർക്കണം. ഈ രീതിയിലായിരിക്കും ഇനി ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ വരുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നുള്ള പേര് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ അപ്പൊ ഈ കാര്യങ്ങൾ കസ്തൂരി രംഗൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഇനി അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് നിലവിൽ അതായത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ അടുത്ത കമ്മിറ്റിയാണ് നമുക്കറിയാം ഏത്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി അല്ലെ. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടെ 3 മെമ്പേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ വ്യക്തികളുടെ പേരൊന്ന് ഇവിടെ ഓർത്തു വെക്കുക. ചെയർമാൻ ആരായിരുന്നു? ഉമ്മൻ വി ഉമ്മൻ, അദ്ദേഹമാണ് ചെയർമാൻ ആയിട്ടുള്ളത്. മറ്റ് 2 വ്യക്തികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് VN രാജശേഖരൻ പിള്ളை, അതേപോലെ തന്നെ അടുത്ത വ്യക്തിയാണ് PC സെറിയ. ഈ 3 വ്യക്തികളാണ് ഇതില് നമുക്ക് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ചെയർമാൻ എന്ന് പറയുന്നത് ഓർത്തു വെക്കണം, നമുക്കറിയാം ആരാണ്? ഉമ്മൻ വി ഉമ്മൻ, അദ്ദേഹമാണ് ചെയർമാൻ ആയിരിക്കുന്നത്. ഇത് നിലവിൽ വന്നത് 2013 ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞു കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2013 തന്നെ. 2013 ഏപ്രിലില് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവിടെ അതിനുശേഷം അടുത്തത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്ന് നിലവിൽ വന്നു 2013 തന്നെ ഒക്ടോബറിൽ നിലവിൽ വന്നു എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് പഠിക്കുമ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളല്ലേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതും കൂടി ആ കൂടെ ഒന്ന് ചേർത്ത് പഠിച്ചേക്കുക. ഇനി ചിലപ്പോൾ ഇനി ഇതാണെന്നുണ്ടെങ്കിലോ നമുക്ക് അടുത്ത എക്സാമിന് ചോദിക്കുന്ന. ഓക്കെ, ശരി. സോ അപ്പൊ ഇതിനു മുൻപ് നമുക്ക് വന്നിരുന്ന ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ. സോ അപ്പൊ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. നമ്മൾ പറഞ്ഞു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ, അതിന്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രിലിമിനറി എക്സാം 8 എക്സാമുകൾ നടന്നതിൽ 2 എക്സാമിന് ഇതേപോലെ ഹെഡ് ക്വാർട്ടർ അതായത് 2 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മളോട് ചോദിക്കാം. അതിലൊന്ന് നമ്മളോട് ചോദിച്ചിരുന്നതാണ് IUCN-ന്റെ 2021 തന്നെ നടന്നിരുന്ന എക്സാമിന് ചോദിച്ചിരുന്ന ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിൽ തന്നെ ചോദിച്ചിരുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN-ന്റെ ആസ്ഥാനം എവിടെ എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓർക്കണം, ഇതിന്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാലും മതി, വേറൊന്നും നമ്മളോട് ചോദിക്കാനില്ല. അപ്പൊ ഏതാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ് ആയിരുന്നു നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. സ്വിറ്റ്സർലൻഡ് ആണ്. ഓർക്കണം, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് ഏതിന്റെ ആസ്ഥാനം നമുക്ക് വരുന്നത്? IUCN-ന്റെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. IUCN മാത്രമല്ല, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതിന്റെയും ആസ്ഥാനം നമുക്ക് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ്. ഓർത്ത് വെക്കുക. അപ്പൊ IUCN ആണെന്നുണ്ടെങ്കിലും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ് എന്നുണ്ടെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. ഓർക്കുക. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ റെഡ് ഡേറ്റ ബുക്ക് അല്ലെ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നമ്മുടെ റെഡ് ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ്? നമുക്ക് IUCN അല്ലേ. അത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. അപ്പൊ ഓർക്കണം, റെഡ് ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? IUCN ആണ് അല്ലെ. റെഡ് ഡേറ്റ ബുക്ക് ഓർത്ത് വെക്കുക, IUCN ആണ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് ഫോർ നേച്ചർ, രണ്ടിന്റെയും ആസ്ഥാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി
സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ആസ്ഥാനം വരുന്ന ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്, ഓർത്തുവെക്കുക. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ജനീവയാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്, ഓർത്തുവെക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ആംസ്റ്റർഡാം ആണ്. ഓക്കെ, നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? ഗ്രീൻ പീസിന്റെ ഇത് നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ജനീവ. ഗ്രീൻ പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആംസ്റ്റർഡാം. പിന്നെ നമുക്ക് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ അത് നെയ്റോബി ആണ്, ഓർക്കുക. ഓക്കെ, IUCN ചോദിച്ചപ്പോ ഈ നെയ്റോബി ഒക്കെ നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു, അപ്പൊ ചിലപ്പോൾ ചോദിക്കാം. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? കെനിയയിലെ നെയ്റോബി ആണ്, ഓർത്തുവെക്കുക. നെയ്റോബിയിൽ ആസ്ഥാനം വരുന്ന അടുത്ത ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അല്ലെങ്കിൽ നമ്മുടെ ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEP-യുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇതേപോലെ കെനിയയിലെ നെയ്റോബി ആണ്, ഓർത്തുവെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടെണ്ണം വെച്ച് പറഞ്ഞു. അതായത് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലെ IUCN-ഉം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ നമ്മൾ പറഞ്ഞു. അതേപോലെ നെയ്റോബിയിൽ വരുന്നത് ഏതൊക്കെയാ? UNEP-യുടെ ആസ്ഥാനം നമുക്ക് നെയ്റോബിയാണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റും എവിടെ തന്നെയാണ്? നെയ്റോബിയാണ്, കെനിയയിലെ നെയ്റോബിയാണ് എന്നുള്ളത് ഓർത്തുവെക്കുക. ഓക്കെ, സോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർക്കുക. ഇനി നമ്മൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഡെറാഡൂണിലേക്ക് പോകാം. ഡെറാഡൂണിൽ ആസ്ഥാനം വരുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഓർക്കുക, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിരിക്കും? ഡെറാഡൂൺ ആണ്, ഓർത്തുവെക്കുക. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഡെറാഡൂൺ ആണ്, ഓർത്തുവെക്കുക. അപ്പൊ ഈ റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ ആണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഡെറാഡൂൺ ആണ്. അതേസമയം നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡെറാഡൂൺ ആണ്, ഓർത്തുവെക്കുക. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് പഠിക്കുക. ഇതിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഓക്കെ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി, ഇതായിരുന്നു ചോദിച്ചിരുന്നത്. ഇനി ചിലപ്പോൾ അടുത്തത് എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇതിന്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്, ഓർത്തുവെക്കുക, മറന്നു പോകരുത്. ഇനി അതേസമയം വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏതാണ്? ഡൽഹിയാണ്, ഓർത്തുവെക്കുക. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്, ഓർത്തുവെക്കുക. അതേസമയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഫുൾ ഫോറസ്റ്റ് ആണ് അല്ലെ? സോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഭോപ്പാലാണ്, ഓർത്തുവെക്കുക. ഓക്കെ, സോ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ഡൽഹിയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭോപ്പാലാണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി അതായിരുന്നു ചോദിച്ചിരുന്നത്. സോ അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് പഠിക്കണം. ഏതാണ്? ഡെറാഡൂൺ ആണ് ആസ്ഥാനം വരുന്നത് എന്നുള്ളത് ഓർത്തുവെക്കുക. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഹെഡ് ക്വാർട്ടേഴ്സ് ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയും ഓരോന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ആസ്ഥാനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ രോഗങ്ങൾ എന്ന് പറയുന്നത്. അത് ഏത് എക്സാം നോക്കിയാലും നമുക്കറിയാം ഈ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ രോഗകാരി ഏത് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ 2023 നമുക്ക് 3 ഫേസ് എക്സാം നടന്നതിൽ 2 ഫേസിലും നമുക്ക് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന് മുന്നേ നടന്നിട്ടുള്ള നമ്മുടെ എക്സാമുകളിലും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പൊ രോഗങ്ങൾ നോക്കാം. അതിൽ ലാസ്റ്റ് ഇയറിൽ നമുക്ക് രോഗകാരിയെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് നമുക്ക് അവിടെ എക്സാമിന് ചോദിച്ചിരുന്നത് ജനറൽ ആയിട്ട് മെയിൻ ആയിട്ട് ബാക്ടീരിയ മൂലമുള്ള രോഗമല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്, വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പ്ലസ് നമുക്ക് അങ്ങനെ ജനറൽ ആയിട്ട് മാത്രമല്ല ഓരോ രോഗത്തിനും ഏത് ടൈപ്പ് ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് വൈറസ് ആണ്, ഏത് ടൈപ്പ് വൈറസ് ആണ് എന്നുള്ളത് ആ പേര് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം അല്ലേ, സോ അപ്പൊ ചിലപ്പോൾ നമുക്ക് ആ രീതിയിലും ചോദിക്കാം.
ഓക്കെ. സോ അപ്പൊ ബാക്ടീരിയൽ രോഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്ഷയരോഗം തൊട്ട് പിന്നെ ലെപ്രോസി കുഷ്ഠരോഗം, പിന്നെ എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്, കോളറ, ഡിഫ്തീരിയ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ് എക്സാമുകളിൽ. ഇതൊക്കെ എന്താണ്? ബാക്ടീരിയൽ രോഗങ്ങളാണ്. അതേപോലെ തന്നെ ടെറ്റനസ്, ടൈഫോയിഡ്, ബോട്ടുലിസം, ആന്ത്രാക്സ്, പിന്നെ ഏതാണ്? പ്ലേഗ്, ന്യൂമോണിയ, ഗൊണേറിയ, സിഫിലിസ്, ഇതൊക്കെ എന്താണ്? ഓർക്കണം, നമുക്ക് ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങളാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ. അതിൽ ഓരോന്നിന്റെയും രോഗകാരികൾ ഏത് ടൈപ്പ് ബാക്ടീരിയ എന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ട്യൂബർക്യുലോസിസ്, മൈക്കോബാക്ടീരിയം ഓർക്കുക. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ആണ് എന്തിന് കാരണം? TB, ക്ഷയരോഗത്തിന് കാരണമായിട്ട് വരുന്നത് ഓർക്കുക. പിന്നെ ലെപ്രോസി അല്ലെങ്കിൽ കുഷ്ഠരോഗം ആണെങ്കിൽ അവിടെ നമുക്ക് മൈക്കോബാക്ടീരിയം ലെപ്രയാണ് രോഗകാരി വരുന്നത്. അപ്പൊ ട്യൂബർക്യുലോസിസ്, ലെപ്രോസി, മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്, മൈക്കോബാക്ടീരിയം ലെപ്രെ. ഇനി അടുത്തത് നമ്മുടെ എലിപ്പനി ആണെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്, ആ പേരിലുണ്ട് അല്ലെ? ഏത് ടൈപ്പ് ബാക്ടീരിയ? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് നമുക്ക് രോഗകാരിയായിട്ട് വരുന്നത്. അപ്പൊ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുമ്പോൾ, എലിപ്പനി എന്ന് പറയുമ്പോൾ ലെപ്റ്റോസ്പൈറയാണ് നമ്മുടെ ബാക്ടീരിയ നമുക്ക് വരുന്നത്. പിന്നെ കോളറയാണെങ്കിൽ നമുക്ക് ഏതാണ്? വിബ്രിയോ കോളറയാണ് നമ്മുടെ ബാക്ടീരിയ വരുന്നത്. കോളറയാണെന്നുണ്ടെങ്കിൽ വിബ്രിയോ കോളറ. ഇനി ഡിഫ്തീരിയ ആണെന്നുണ്ടെങ്കിൽ കൊറൈൻ ബാക്ടീരിയം ഓർക്കുക. ഡിഫ്തീരിയ ആണെങ്കിൽ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് നമുക്ക് രോഗകാരിയായിട്ട് വരുന്നത്. ഓക്കെ. അതേസമയം ടെറ്റനസിന് കാരണം ഏതാണ്? ക്ലോസ്ട്രിഡിയം. ക്ലോസ്ട്രിഡിയം ടെറ്റനയാണ് അല്ലെ? ടെറ്റനസ് എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ് എന്നുള്ളത് ഓർക്കണം. ക്ലോസ്ട്രിഡിയം ടെറ്റനയാണ് നമുക്ക് രോഗകാരി. ടൈഫോയിഡ് ആണെങ്കിൽ സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡിന്റെ രോഗകാരി ഏതാണ്? സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡിന്റെ ടെസ്റ്റ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ടൈഫോയിഡിന്റെ രോഗനിർണയ പരിശോധന നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ടായിരിക്കണം എപ്പോഴും നമ്മളോട് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചോദിക്കാറുള്ളത് ടൈഫോയിഡ് ആണ്. ഏതാ നമ്മുടെ ടൈഫോയിഡിന്റെ രോഗനിർണയ പരിശോധന? വൈഡൽ ടെസ്റ്റ് ആണ് അല്ലെ? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിന്റെ രോഗനിർണയ പരിശോധന. ബാക്ടീരിയ രോഗമാണ്. സാൽമൊണല്ല ടൈഫി ആണ് പാത്തജൻ, ഓർത്ത് വെക്കണം. പിന്നെ ബോട്ടുലിസം ഓർക്കണം, ഏതാണ്? ബാക്ടീരിയ രോഗമാണ്. ബോട്ടുലിസം, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ആണ് രോഗകാരിയായിട്ട് വരുന്നത്. ബോട്ടുലിസം, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. പിന്നെ ആന്ത്രാക്സ് ആണെന്നുണ്ടെങ്കിൽ ആന്ത്രാക്സിന് കാരണം ബാക്ടീരിയ ആണ്. ബാസിലസ് ആന്ത്രാസിസ് ആണ് കാരണമായിട്ട് വരുന്നത്. ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. പിന്നെ പ്ലേഗ് ആണെന്നുണ്ടെങ്കിൽ പ്ലേഗ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെയും ഒക്കെ പേര് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലേഗ് ഓർക്കണം, യെഴ്സീനിയ പെസ്റ്റിസ്, അതൊക്കെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഓക്കെ. അപ്പൊ പ്ലേഗിന് കാരണം ഏതാണ്? യെഴ്സീനിയ പെസ്റ്റിസ് ആണ് രോഗകാരി. ബാക്ടീരിയ ആണ്, ഓർത്ത് വെക്കുക. ന്യൂമോണിയ നമുക്കറിയാം, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് അല്ലെ രോഗകാരിയായിട്ട് വരുന്ന ബാക്ടീരിയ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് ഇത് ബാക്ടീരിയ, അതായത് ന്യൂമോണിയ എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം. ഇനി ഗൊണേറിയ ആണെങ്കിൽ ഗൊണേറിയ അതേപോലെ തന്നെ സിഫിലിസ്, രണ്ട് രോഗങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് STDs ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ഗൊണേറിയയുടെ രോഗകാരി എന്ന് പറയുന്നത് ഏതാണ്? ബാക്ടീരിയ ആണ്. നൈസീരിയ ഗൊണേറിയ, അതാണ് ഗൊണേറിയയുടെ രോഗകാരി. സിഫിലിസും പ്രത്യേകം ഓർക്കണം, ട്രിപ്പോണിമ പാലിഡം ഏതാണ്? സിഫിലിസിന്റെ രോഗകാരിയാണ്, ഓർത്ത് വെക്കുക. സിഫിലിസിന്റെ രോഗകാരി ട്രിപ്പോണിമ പാലിഡം, ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ രോഗങ്ങളൊക്കെ ബാക്ടീരിയൽ രോഗങ്ങളാണ് എന്നുള്ളത് ഓർക്കണം. അതിന്റെയൊക്കെ പാത്തജൻസ് ഏത് ടൈപ്പ് ബാക്ടീരിയ എന്നുള്ളതും ഈ പ്ലേഗിന്റെ കേസ്, സിഫിലിസിന്റെ കേസ് ഒക്കെ ആ ടേംസ് ഒക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമ്മളോട് കോമൺ ആയിട്ട് രോഗങ്ങൾ ചോദിക്കാറുള്ളത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫ്തീരിയ, എലിപ്പനി, അതേപോലെ തന്നെ കുഷ്ഠം, ക്ഷയം കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളതുമാണ്. സോ അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. ഇനി അടുത്തത് നമ്മുടെ മെയിൻ ആയിട്ട് ബാക്ടീരിയൽ രോഗങ്ങളും പിന്നെ നമുക്ക് വൈറസ് രോഗങ്ങളുമാണ് പഠിക്കാനുള്ളത്. വൈറസ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറയുന്ന വൈറസ് രോഗമാണ്. നമ്മുടെ ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ്? നമുക്ക് വൈറസ് രോഗങ്ങളാണ് അല്ലെ? ഡെങ്കിപ്പനിയുണ്ട്, യെല്ലോ ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പനിയുണ്ട്. സാഴ്സ് നമുക്കറിയാം കൊറോണ വൈറസ് ആണ് കാരണമായിട്ട് വരുന്നത്, കൊറോണ വൈറസ്. അതേപോലെ തന്നെ നമുക്ക് പക്ഷിപ്പനി, പന്നിപ്പനി, പോളിയോ രോഗം, പിന്നെ നമ്മുടെ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി, അതേപോലെ തന്നെ ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, അതേപോലെ തന്നെ ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, സിക്ക രോഗം. സിക്ക രോഗമൊക്കെ നമുക്ക് മെയിൻ എക്സാമുകളിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രിലിമിനറിക്ക് ആണെങ്കിലും ചോദിക്കാവുന്നതേ ഉള്ളൂ. സിക്ക രോഗം ഏതാണ്? വൈറസ് ആണെന്ന് നമുക്കറിയാം അല്ലെ? അതേപോലെ നിപ്പ ഇതിലില്ലാത്തത് കൊണ്ട് മീസിൽസ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ജലദോഷം, മംസ്,
പിന്നെ നമുക്ക് വരുന്നുണ്ട് കുരങ്ങുപനി. കുരങ്ങുപനി ഒരു മെയിൻ എക്സാമിന് നമുക്ക് ചോദിച്ചിരുന്നതാണ്. കുരങ്ങുപനി. രോഗകാരി എന്ന് പറയുന്നത് KFT വൈറസ് ആണ്. KFT വൈറസ് എന്ന് പറയും. KFD വൈറസ്. ഈ KFD ഫുൾ ഫോം എന്താ? കാസ്റ്റനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയാം. അതായത് ഈ കുരങ്ങുപനിയെ നമ്മൾ അടുത്ത ഒരു പേരാണ് കാസ്റ്റനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കുരങ്ങുപനി എന്ന് പറയും. അതിന് കാരണം KFD വൈറസ്. അങ്ങനെ അങ്ങും പഠിച്ചു വെച്ചാലും മതി. അപ്പൊ കുരങ്ങുപനിക്ക് കാരണം എന്താണ്? KFD വൈറസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇത് തന്നെയാണ് നമ്മൾ കാസ്റ്റനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വെക്കുക. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെ നമുക്ക് വൈറസ് രോഗങ്ങളിൽ വരുന്നതാണ്. എയ്ഡ്സിന് കാരണം നമുക്കറിയാം HIV. എയ്ഡ്സ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിന്റെയൊക്കെ ടെസ്റ്റ് ആണ് നമ്മളോട് പിന്നെയും ചോദിക്കാറുള്ളത്. HIV ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ HIV ആണ് എയ്ഡ്സിന് കാരണം. ഡെങ്കിപ്പനിക്ക് കാരണം, അതേപോലെ തന്നെ മഞ്ഞപ്പനിക്കൊക്കെ കാരണം ഏത് ടൈപ്പ് നമ്മുടെ വൈറസ് ആണ്? ഫ്ലാവി വൈറസ് വിഭാഗത്തിൽ വരുന്ന വൈറസുകളാണ്. ഡെങ്കിപ്പനി ആണെന്നുണ്ടെങ്കിൽ ഡെൻ 1, ഡെൻ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് വരുന്നുണ്ട്. അതൊക്കെ വരുന്നത് ഏത് ടൈപ്പ് ആണെന്ന് ഓർക്കുക. ഫ്ലാവി വൈറസ് വിഭാഗത്തിൽ വരുന്ന വൈറസുകളാണ്. അപ്പൊ ഡെങ്കിപ്പനി, മഞ്ഞപ്പനി ഒക്കെ ആണെങ്കിൽ ഫ്ലാവി വൈറസ് വിഭാഗത്തിൽ വരുന്ന വൈറസുകളാണ്. സാഴ്സ് നമ്മൾ പറഞ്ഞു കൊറോണ വൈറസ് ആണ്, നമുക്കറിയാം. സ്വിൻ ഫ്ലൂ ആണ് എന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക H1N1 ആണ്. ഏവിയൻ ഫ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക H1N5 ആണ്. സോ ഇത് നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വിൻ ഫ്ലൂ തിരിഞ്ഞു പോരുത്. സ്വിൻ ഫ്ലൂ എന്ന് പറയുമ്പോൾ H1N1 ആണ്. ഏവിയൻ ഫ്ലൂ എന്ന് പറയുമ്പോൾ H1N5 ആണ്, H5N1 അല്ല. ഓക്കെ, H1N5 ഓർത്ത് വെക്കുക, ഏവിയൻ ഫ്ലൂ. പിന്നെ പോളിയോ മൈലൈറ്റിസ് നമുക്കറിയാം, പോളിയോ വൈറസ് രോഗകാരിയായിട്ട് വരുന്നു. സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാവുന്നതാണ്, ചോദിച്ചിട്ടുള്ളതാണ് നമ്മളോട് ഈ ഒരു സെറ്റ്. അതായത് സ്മോൾ പോക്സ്, ചിക്കൻ പോക്സിന്റെ ഒക്കെ രോഗകാരികൾ ഓരോ എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. സ്മോൾ പോക്സിന് കാരണം വെരിയോള വൈറസ് ആണ്, ഓർത്ത് വെക്കുക. സ്മോൾ പോക്സ്, വെരിയോള. ചിക്കൻ പോക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതാ? വെരിസെല്ല. രണ്ടും ടേംസ് സിമിലർ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ചിക്കൻ പോക്സ് ചോദിച്ചിട്ട് ഈ വെരിയോള, വെരിസെല്ല ഒക്കെ നമുക്ക് ഓരോ എക്സാമില് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. കാര്യം അത് സിമിലർ ടേംസ് ആയതുകൊണ്ട് നമുക്ക് മാറിപ്പോകരുത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ സ്മോൾ പോക്സ് എന്ന് പറയുന്നത് ഓർക്കണം വെരിയോളയാണ്. ചിക്കൻ പോക്സ് ആണെന്നുണ്ടെങ്കിൽ വെരിസെല്ല വൈറസ് ആണ്, വെരിസെല്ല സോസ്റ്റർ, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനിക്കാണെന്നുണ്ടെങ്കിൽ അഞ്ചാം പനിയുടെ രോഗകാരി ഏതാ? റുബിയോള. വെരിയോള എന്ന് പറയുന്ന പോലെ റുബിയോള, ഓർത്ത് വെക്കുക. അതേതാ? അഞ്ചാം പനിയാണ്, മീസിൽസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി എന്ന് പറയുമ്പോൾ രോഗകാരി വൈറസ് ആണ് എന്നുള്ളത് ഓർക്കണം, റുബിയോള വൈറസ് ആണ്. സ്മോൾ പോക്സ് ആണെങ്കിൽ വെരിയോള വൈറസ് ആണ്. ഇനി ചിക്കൻ പോക്സ് ആണെങ്കിൽ ഏതാ? വെരിസെല്ല സോസ്റ്റർ. ഇത് മൂന്നും നമുക്ക് ചിക്കൻ പോക്സ് ചോദിച്ചിട്ട് ഓപ്ഷൻ വന്നിട്ടുള്ളതാ. ബിക്കോസ് ആ ടേംസ് എല്ലാം സിമിലർ ആയതുകൊണ്ട്. സോ അത് മൂന്നും പ്രത്യേകം ഓർക്കണം, മാറിപ്പോകരുത്. ഓക്കെ, ഇനി അടുത്തത് ചിക്കൻ ഗുനി ആണെങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ആൽഫ വൈറസ് വിഭാഗത്തിൽ വരുന്ന വൈറസുകളാണ് നമുക്ക് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ട് വരുന്നത്. ആൽഫ വൈറസ് വിഭാഗത്തിൽ വരുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, അതേപോലെ തന്നെ സിക്ക രോഗം എന്നൊക്കെ പറയുന്നത് സിക്ക വൈറസ് എന്ന് നമ്മൾ പറയും. അത് ഏത് ടൈപ്പ് ആണെന്ന് ഓർക്കണം, ഫ്ലാവി വൈറസ് വിഭാഗത്തിൽ വരുന്നത്. ഇതിനു മുൻപ് നമ്മൾ കണ്ടു ഡെങ്കി ഫീവർ, യെല്ലോ ഫീവർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്താണ്? ഫ്ലാവി വൈറസ് വിഭാഗത്തിൽ വരുന്ന വൈറസുകളാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളത് ഓർക്കുക. മീസിൽസ് നമ്മൾ പറഞ്ഞു റുബിയോള വൈറസ്. മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്, മുണ്ടിനീര് ബാധിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, എന്തിനെയാണ്? ഉമിനീരിനെയാണ് അല്ലെ. അത് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നതാണ്, പറഞ്ഞേ ഉള്ളൂ. ഓർക്കണം, മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് ബാധിക്കുന്നത് എന്തിനാ? നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളെ, ഉമിനീർ എന്നാണ് ഞാൻ പറഞ്ഞത്, ഉമിനീർ ഗ്രന്ഥികളെയാണ് അല്ലെ. ഏത് ഉമിനീർ ഗ്രന്ഥിയാണ് എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഓർക്കണം, നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ വായയില് ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് ഏതാ? പെരോട്ടിഡ് ഗ്രന്ഥിയാണ് അല്ലെ. ആ പെരോട്ടിഡ് ഗ്രന്ഥി, പെരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് എന്ത് ബാധിക്കുന്നത്? മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ മംസ് ആണെന്നുണ്ടെങ്കിൽ പെരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് ബാധിക്കുന്നത്. വൈറസ് ആണ് രോഗകാരിയായിട്ട് വരുന്നത്. ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ പാരമിക്സോ വൈറസ് വിഭാഗത്തിൽ വരുന്ന വൈറസുകളാണ്, ഓർക്കണം. മംസിന് കാരണം പാരമിക്സോ വൈറസ് വിഭാഗത്തിൽ വരുന്ന വൈറസുകളാണ്. പിന്നെ നമ്മുടെ കോമൺ കോൾഡിന് കാരണമായിട്ട് നമുക്ക് വരുന്നത് ഏതാണ്? റൈനോ വൈറസ്. ജലദോഷത്തിന് കാരണം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈനോ വൈറസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ,
പിന്നെ ഈ പറഞ്ഞ കുരങ്ങുപനിയുടെ ഒക്കെ കേസിൽ KFD വൈറസ് ആണ്. പിന്നെ നമുക്ക് നിപ്പ വരുന്നുണ്ട്. അങ്ങനെ ഓരോ രോഗങ്ങളുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് വൈറസ് മൂലം ഉണ്ടാകുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ. സോ അപ്പൊ ഈ രോഗങ്ങളെല്ലാം വൈറസ് മൂലമുള്ളത് ഓർക്കണം. അപ്പൊ ബാക്ടീരിയയും വൈറസ് ആണ് നമ്മളോട് ചോദിക്കാൻ ചാൻസ്. പിന്നെ നമുക്ക് പ്രോട്ടോസോവ രോഗങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ചേ നോക്കേണ്ടതായിട്ടുള്ളൂ. പ്രോട്ടോസോവ മൂലമുള്ള രോഗങ്ങളിൽ നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളത് മലേറിയ ആണ്. മലേറിയ അല്ലെങ്കിൽ മലമ്പനി. രോഗകാരി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം തന്നെ അതായത് പ്രോട്ടോസോവയാണ്. ഏത് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് ഓർക്കുക. പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ വരുന്നുണ്ട്. സോ അപ്പൊ മലമ്പനി അല്ലെങ്കിൽ മലേറിയക്ക് കാരണം ഏതാണ്? പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം വിഭാഗത്തിൽ വരുന്ന പ്രോട്ടോസോവകളാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെയും നമ്മളോട് മെയിൻ എക്സാമിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കാല അസർ, കരിമ്പനി എന്ന് പറയുന്ന രോഗം. കരിമ്പനിക്ക് കാരണം ഏതാണ്? ലീഷ്മാനിയ എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. ഓർത്ത് വെക്കുക. ലീഷ്മാനിയ എന്ന് പറയുന്നത് ഏതാണ്? കാല അസർ അല്ലെങ്കിൽ കരിമ്പനിക്ക് കാരണം ഇതിന് നമ്മൾ വിസറൽ ലീഷ്മാനിയാസിസ് എന്ന് പറയും. ആ പേരിലുണ്ട് അല്ലെ. ലീഷ്മാനിയ ആണ് കാരണമായിട്ട് വരുന്ന പ്രോട്ടോസോവ എന്ന് പറയുന്നത്. കാല അസർ അല്ലെങ്കിൽ കരിമ്പനി. പിന്നെ ഒരു മെയിൻ എക്സാമിന് ചോദിച്ചിരുന്നതാണ് കരിമ്പനിക്ക് പരത്തുന്നത് ഏതാണ് എന്നുള്ള രീതിക്ക്. അതായത് മണലീച്ചകളാണ്. ഓർത്ത് വെക്കണം. മണലീച്ചയാണ് എന്ത് പരത്തുന്നത്? ഈ കാല അസർ അല്ലെങ്കിൽ കരിമ്പനി പരത്തുന്ന ജീവി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? മണലീച്ചകളാണ് അല്ലെങ്കിൽ സാൻഫ്ലൈസ് ആണ് എന്നുള്ളത് ഓർക്കുക. രോഗകാരി എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് ലീഷ്മാനിയ. ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ അമീബിയാസിസ്. അമീബിയാസിസിന് കാരണമായിട്ട് വരുന്നത് ഏതാണ്? എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. ഓർത്ത് വെക്കുക. അമീബിയാസിസിന് കാരണം എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. അപ്പൊ ഇത്രയും കുറച്ച് രോഗങ്ങൾ ഇവിടെ ഓർത്താലും മതി. മെയിൻ ആയിട്ട് മലേറിയ മറന്നു പോകരുത്. കാല അസറിന്റെയും കാര്യം ഓർത്ത് വെക്കുക. അവിടെ നമുക്ക് രോഗം പരത്തുന്നത് മണലീച്ച അല്ലെങ്കിൽ സാൻഫ്ലൈസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ മണലീച്ചകൾ പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാം കേട്ടോ. അതായത് നമ്മുടെ പൊതുവായിട്ട് ഈ രോഗങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഈ മണലീച്ച രോഗവാഹകരായിട്ട് വരുന്ന കേസ്. പറഞ്ഞതുപോലെ തന്നെ കൊതുകുകൾ രോഗം പരത്തുന്ന കേസ്. സോ അത് ഏത് ടൈപ്പ് കൊതുകാണ് ഇന്ന രോഗം പരത്തുന്നതെന്ന് പറഞ്ഞ് സാധാരണ നമ്മളോട് എക്സാമുകളിലൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമ്മുടെ എക്സാമിന് ഇനി ആ രീതിയിലും ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതുകൂടി നമുക്ക് പ്രധാനമായിട്ടുള്ളതൊന്ന് പഠിക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഈഡിസ് കൊതുകുകൾ അല്ലെ. ഏതൊക്കെ രോഗങ്ങളാ? അതിൽ നമ്മളോട് ഒരു മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിന് സിക്ക രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കൊതുകാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈഡിസ് കൊതുകുകളാണ്. ഓർക്കുക. സിക്ക രോഗം പരത്തുന്ന വൈറസ് രോഗമാണ് നമുക്കറിയാം. അതേപോലെ തന്നെ യെല്ലോ ഫീവർ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ ഇതൊക്കെ പരത്തുന്നത് ഏതാണ്? ഈഡിസ് കൊതുകുകളാണ്. ഓർക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ മലേറിയ എന്ന് പറയുന്ന രോഗം പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. ഏത് കൊതുകുകളാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ് പരത്തുന്നത് അല്ലെ. അപ്പൊ ഈഡിസിന്റെ കേസിലെ രോഗങ്ങൾ പഠിക്കുക. അനോഫിലസ് കൊതുകാണ് എന്ത് പരത്തുന്നത്? മലേറിയ എന്ന് പറയുന്ന രോഗം പരത്തുന്നത്. പിന്നെ നമ്മുടെ ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഓരോ എക്സാമുകളിൽ. പിന്നെ നമുക്ക് ക്യൂലക്സ് കൊതുക് അറിയാം അല്ലെ. അത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കും. ഏതാ? നമ്മുടെ മന്ത് രോഗം പരത്തുന്നത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ക്യൂലക്സ് കൊതുകുകളാണ്. നമുക്കറിയാം. അതിന് കാരണമായിട്ടുള്ള രോഗകാരി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഫൈലേറിയൽ വിരകളാണ്. നമുക്കറിയാം. സോ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ നമ്മുടെ മന്ത് രോഗം പരത്തുന്നത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊതുകുകൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യൂലക്സ് കൊതുകുകളാണ്. ഓർക്കണം. സോ ഇതും കൂടി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഈ ഭാഗത്ത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മുടെ രോഗകാരികൾ അതേപോലെ തന്നെ കൊതുകുകളുടെ കേസൊക്കെ ഓർക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ ടെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള എക്സാമിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ടെസ്റ്റ് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈഫോയിഡിന്റെ രോഗനിർണയ പരിശോധന ഏത് എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നത്. തിരിച്ചും മറിച്ചും നമ്മളോട് ചോദിക്കാം. ടൈഫോയിഡ് ആണെങ്കിൽ ഏതാ? നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിരുന്നതാണ്. വൈഡൽ ടെസ്റ്റ് ആണ് അല്ലെ. വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഈ വൈഡൽ ടെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് എയ്ഡ്സിന്റെയും ചോദിക്കാറുണ്ട്. സോ ടൈഫോയിഡ് ആണ് വൈഡൽ ടെസ്റ്റ്. ഓർത്ത് വെക്കുക. എയ്ഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എലൈസ എന്ന് പറയുന്ന നമ്മുടെ ടെസ്റ്റ്. ഓക്കെ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് എസ്സേ. എലൈസ ടെസ്റ്റ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് എസ്സേ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനയാണ്. അതേപോലെ തന്നെ ഓർക്കണം വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ചിലപ്പോൾ അതും ചോദിക്കാം. കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത്
എലൈസയാണ്. എലൈസ, അതേപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നീവ ടെസ്റ്റ്, PCR, ഇതൊക്കെ എന്താണ് എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളിൽ വരുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എലൈസ ഓർക്കണം, അതേപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ഓർക്കുക. കൂടെ ഈ നേവ, PCR ഇതൊക്കെ എന്താണ് എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളിൽ വരുന്നതാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ നമുക്ക് മാൻഡോക്സ് ടെസ്റ്റ്. മാൻഡോക്സ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? TB, ക്ഷയരോഗത്തിന്റെ നിർണയത്തിൽ വരുന്നതാണ് മാൻഡോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഷിക് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ഡിഫ്തീരിയയുടേതാണ്. ഡിഫ്തീരിയ അതേപോലെ തന്നെ ഈ TB എന്നൊക്കെ പറയുന്നത് എന്താ, ബാക്ടീരിയൽ ഡിസീസസ് ആയിരുന്നു അല്ലെ. സോ TBയുടെ ആണെങ്കിൽ മാൻഡോക്സ് ടെസ്റ്റ്, ഡിഫ്തീരിയ ആണെന്നുണ്ടെങ്കിൽ ഷിക് ടെസ്റ്റ് ആണ്, ഓർത്ത് വെക്കുക. ടൂർനിക്വറ്റ് ടെസ്റ്റ് എന്തിന്റെയാ? ഡെങ്കി ഫീവർ ആണ്, ഓർക്കണം, വൈറസ് രോഗമാണ് എന്നുള്ളത് നമുക്കറിയാം. ടൂർനിക്വറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെങ്കി ഫീവറിന്റെ രോഗനിർണയ പരിശോധനയാണ്. ലെപ്രോമിൻ ആ പേരിലുണ്ട്, ഏതാ? ലെപ്രോസി ആണ് അല്ലെ, കുഷ്ഠരോഗത്തിന്റെ നിർണയ പരിശോധനയാണ് ഇത്. ലെപ്രോമിൻ ടെസ്റ്റ്, ലെപ്രോസി ഓർക്കുക, ലെപ്രോമിൻ ടെസ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ നമുക്കറിയാം ക്യാൻസറിന്റെ കേസിൽ ബയോപ്സി വരുന്നുണ്ട്. ഇവിടെ എടുത്തു പഠിക്കേണ്ട കാര്യം പാപ്സ്മിയർ ടെസ്റ്റ്, ഇതൊരു മെയിൻ എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിന്റെ നിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെർവിക്കൽ ക്യാൻസറിന്റെ നിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. മാമോഗ്രഫി എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ബയോപ്സി എന്ന് പറയുന്ന ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ബയോപ്സി വരുന്നുണ്ട്. പാപ്സ്മിയർ പ്രത്യേകം ഓർക്കണം, ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. സോ പാപ്സ്മിയർ എന്ന് പറയുന്ന സെർവിക്കൽ ക്യാൻസറിന്റെ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ഡയഗ്നോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, മാമോഗ്രഫി എന്ന് പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ രോഗനിർണയ പരിശോധനകൾ. പാപ്സ്മിയർ ഓർക്കണം, ചോദിച്ചിട്ടുള്ളത് പറയുവാണെങ്കിൽ എലൈസ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ വൈഡൽ ടെസ്റ്റ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾ. കൂടെ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് വരുന്ന കാര്യമാണ് വാക്സിനുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കാം. വാക്സിനുകളെ കുറിച്ചൊരു എക്സാമിന്, അതായത് ലൂയി പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അപ്പൊ വാക്സിൻ എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇപ്പൊ നമുക്ക് ട്രിപ്ലറ്റ് ആൻഡ് പെന്റാവാലന്റ് വാക്സിൻ ഒക്കെ വരുന്നുണ്ട്, അത് ഏതൊക്കെ രോഗങ്ങളാണ്? അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ വാക്സിനുകൾ ആരാണ് ഇൻവെന്റ് ചെയ്തത് എന്നുള്ള, ഡെവലപ്പ് ചെയ്തത് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതും പഠിക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ BCG വാക്സിൻ. BCG വാക്സിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ട്യൂബർക്യുലോസിസ് അല്ലെ, ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നതാണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മളോട് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓർക്കണം, ആൽബർട്ട് കാമറ്റ് എന്ന് പറയുന്ന പേര് ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? BCG ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ആൽബർട്ട് കാമറ്റ്, ഓർത്ത് വെക്കുക. പിന്നെ നമ്മളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് വ്യക്തി ചോദിച്ചിട്ടുള്ളത് പോളിയോ വാക്സിന്റെ കേസിൽ ചോദിച്ചിട്ടുണ്ട്. പോളിയോ വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളിയോ മൈലൈറ്റിസ് അല്ലെ. സോ അപ്പൊ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് തരത്തിൽ വരുന്നുണ്ട്. IPV വരുന്നുണ്ട്, ഓറലി പ്രൊവൈഡ് ചെയ്യുന്ന ഓറൽ പോളിയോ വാക്സിൻ OPV വരുന്നുണ്ട്. ഇത് രണ്ടും ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പഠിക്കണം. നമ്മളോട് ഓറൽ പോളിയോ വാക്സിൻ ആണ് ചോദിക്കുന്നത്, ഇതിൽ ചോദിച്ചിട്ടുമുണ്ട് നമ്മളോട്. സോ ഓറൽ പോളിയോ വാക്സിൻ ആണെങ്കിൽ ഓർക്കുക ആൽബർട്ട് സാബിൻ, അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. IPV ആണെങ്കിൽ ജൊനാസ് സാൽക്ക്, ഓർത്ത് വെക്കുക. രണ്ടുപേരും തിരിഞ്ഞു പോകരുത്. IPV ആണെങ്കിൽ ജൊനാസ് സാൽക്ക് ഓർത്ത് വെക്കുക, OPV ആണെന്നുണ്ടെങ്കിൽ ആൽബർട്ട് സാബിൻ ആണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് ഓർക്കുക. സോ അപ്പം ഈ വ്യക്തികൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വ്യക്തിയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ലൂയി പാസ്റ്റർ. ഇത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം. ലൂയി പാസ്റ്റർ ഏതൊക്കെയാ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? റാബിസ് വാക്സിൻ നമുക്കറിയാം, ആ കൂടെ ഓർക്കണം ആന്ത്രാക്സ് വാക്സിനും കോളറ വാക്സിനും ഒക്കെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ലൂയി പാസ്റ്റർ തന്നെയാണെന്ന് ഓർക്കുക. സോ ഇത് മൂന്നും വെച്ചിട്ടായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ലൂയി പാസ്റ്റർ, ഓർത്ത് വെക്കണം. റാബിസ് വാക്സിൻ, ആന്ത്രാക്സ് ഉണ്ട്, കോളറ വാക്സിൻ, ഇതൊക്കെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്, ഓർക്കുക. ഓക്കെ, പിന്നെ മീസിൽസ് വാക്സിൻ എന്ന് പറയുന്നത് ഓർക്കണം ജോൺ എൻഡേഴ്സ് ആണ് ഇത് മീസിൽ വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5ാം പനിയുമായിട്ട് ബന്ധപ്പെട്ട് മീസിൽസ് വാക്സിൻ ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺ എൻഡേഴ്സ് ആണ്, ഓർത്ത് വെക്കുക. MMR വാക്സിനെ കുറിച്ച് ചോദിക്കാം. MMR വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോറിസ് ഹിൽമാൻ ആണ്, ഓർത്ത് വെക്കുക. മോറിസ് ഹിൽമാൻ ആണ് MMR വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ ട്രിപ്ലറ്റ് പെന്റാവാലന്റ് വാക്സിനുകൾ എക്സാമിൽ ചോദിക്കും, ഇതില് വരാത്ത രോഗം ഏത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ MMR എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്?
മീസിൽസ് ഉണ്ട്, മംസ് ഉണ്ട്, റുബെല്ല ഉണ്ട്. MMR, മീസിൽസ്, മംസ്, റുബെല്ല പഠിക്കുന്നതല്ലേ നമ്മള്. സോ അപ്പൊ മീസിൽസ്, മംസ്, റുബെല്ല എന്ന് പറയുന്നത് ഏത് രോഗമാണ്? നമുക്ക് ബാക്ടീരിയ ആണോ വൈറസ് ആണോ? വൈറസ് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. ശരി, അപ്പൊ ഈ MMR വാക്സിൻ ഓർക്കുക, ഈ 3 രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന നമ്മുടെ DPT വാക്സിൻ. സോ അത് ഏത് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്? D ഫോർ ഡിഫ്തീരിയ ആണ് അല്ലെ. പിന്നെ P ഫോർ ഏതാണ്? പെർട്ടൂസിസ്. പെർട്ടൂസിസ് നമ്മൾ അവിടെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പെർട്ടൂസിസ് എന്താ? നമ്മുടെ വില്ലൻ ചുമ. അതെന്തുകൊണ്ട് ഉണ്ടാവുന്നതാ? നമുക്ക് ബോർഡറ്റെല്ല പെർട്ടൂസിസ് ഓർത്ത് വെക്കുക. ബോർഡറ്റെല്ല പെർട്ടൂസിസ് ബാക്ടീരിയ ആണ് രോഗകാരിയായിട്ട് ഇവിടെ നമുക്ക് വരുന്നത്. സോ DP, അതിനുശേഷം T ഫോർ ടെറ്റനസ്. സോ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്, 3 രോഗങ്ങൾക്കുള്ള ട്രൈവാലന്റ് വാക്സിൻ. ഇതില് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടാത്ത രോഗം ഏതെന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളോടും ചോദിക്കാം, അത് പഠിച്ചു വെക്കണം. DPT വാക്സിൻ, ഡിഫ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ്, ഇത് 3 എന്താ നമ്മുടെ ബാക്ടീരിയ രോഗങ്ങളാണ് എന്നുള്ളത് ഓർക്കണം. ഇനി വാക്സിനുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പ്രധാന വ്യക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. സ്മോൾ പോക്സ് വാക്സിൻ ഡെവലപ്പ് ചെയ്ത വ്യക്തി ആദ്യമായിട്ട് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ് അല്ലെ. അദ്ദേഹത്തെ നമ്മൾ ഒരു പേരൊക്കെ ഇട്ട് വിളിക്കൂലെ. എങ്ങനെ അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ജെന്നർ അല്ലെ. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്ന വ്യക്തി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. കാരണം എന്താ? അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് ഒരു രോഗത്തിന് അഗെയിൻസ്റ്റ് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ഏത് രോഗത്തിന് അഗെയിൻസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ സ്മോൾ പോക്സ് വാക്സിൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സ്മോൾ പോക്സ് വാക്സിൻ എഡ്വേർഡ് ജെന്നർ ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ പോക്സിന്റെ രോഗകാരി പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? നമുക്ക് വെരിയോളയാണ് അല്ലെ. വെരിയോള വൈറസ് സ്മോൾ പോക്സിന്റെ രോഗകാരിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതൊക്കെ പഠിച്ചു വെക്കണം. സോ ഈ വാക്സിനും ഓർത്ത് വെക്കുക. ഓക്കെ, ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത്? എഡ്വേർഡ് ജെന്നർ ഓർത്ത് വെക്കുക. സോ ഇത്രയാണ് നമുക്ക് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ആ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ അടുത്തത് നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് വ്യക്തികളെ കുറിച്ച് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിനു മുൻപ് നടന്നിട്ടുള്ള നമ്മുടെ 8 എക്സാമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വ്യക്തികളെ കുറിച്ച്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ സയൻസിന്റെ ഭാഗത്ത് ടെക്നോളജിയിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വ്യക്തികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ അവരുടെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ നമ്മളോട് എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അതായത് പ്രഫുല്ല ചന്ദ്ര റേ അല്ലെങ്കിൽ PC റേ അല്ലെ. PC റേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ PC റേ ആണ് അല്ലെ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ PC റേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, അതാരാണ്? എഡ്വേർഡ് ജെന്നർ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത് PC റേ ആണ്, ഓർത്ത് വെക്കണം. പക്ഷെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് ഡിസ്കവർ ചെയ്ത കോമ്പൗണ്ട് ആണ് ഇത് മെർക്കുറസ് നൈട്രൈറ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന മെർക്കുറസ് നൈട്രൈറ്റ് കണ്ടുപിടിച്ചത് ആര് എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? PC റേ ആണ്, ഓർത്ത് വെക്കണം. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി PC റേ. അദ്ദേഹമാണ് മെർക്കുറസ് നൈട്രേറ്റ് 1895 ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ അടുത്ത പ്രത്യേകത, അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 1901 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തതും ആര് തന്നെയാണ്? PC റേ ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ പ്രത്യേകത എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി അങ്ങനെ ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ്, അതേപോലെ നമ്മളോട് എക്സാമിന് ചോദിച്ചൊരു കാര്യമാണ് ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്. അതായത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിരുന്നു ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ള രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഓർത്ത് വെക്കണം, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നരീന്ദർ സിംഗ് കബാനി അദ്ദേഹമാണ് ഇത് ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മളോട് അപ്പൊ ഇതേപോലെ ചോദിക്കും. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്, ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി PC റേ. ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് നരീന്ദർ സിംഗ് കബാനി, ഓർത്ത് വെക്കുക. PC റേയുടെ അടുത്ത പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹമാണ്, ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, അദ്ദേഹമാണ് ഇത് മെർക്കുറസ് നൈട്രൈറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കണ്ടെത്തിയിരിക്കുന്നത്, ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ഈ വ്യക്തിയെ ഓർക്കുക, നമുക്ക് ശാന്തി സ്വരൂപ് ഭട്നാഗർ. നമ്മളോട് ചോദിക്കുകയാണ്
ഫാദർ ഓഫ് ഇന്ത്യൻ റിസർച്ച് ലബോറട്ടറീസ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ശാന്തി സ്വരൂപ് ഭട്നാഗർ. നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി PC റേ ആണ്. ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് നരീന്ദർ സിംഗ് കബാനി ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിസർച്ച് ലബോറട്ടറീസ് ചോദിച്ചാല് ശാന്തി സ്വരൂപ് ഭട്നാഗർ ഓർത്തു വെക്കുക. അദ്ദേഹമാണ് CSIR ഫൗണ്ടർ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIR ഫൗണ്ടർ ആണ്. അതേപോലെ തന്നെ UGCയുടെ ഫസ്റ്റ് ചെയർമാനുമാണ് ആര്? ശാന്തി സ്വരൂപ് ഭട്നാഗർ. ഇത് മെയിൻ ആയിട്ട് ഓർക്കുക, ഇങ്ങനെ ചോദിക്കാവുന്നതാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിസർച്ച് ലബോറട്ടറീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗർ. അതേസമയം JC ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ് നമ്മളോട് ചോദിക്കുകയാണ് ഫാദർ ഓഫ് റേഡിയോ സയൻസ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കണം. ഫാദർ ഓഫ് റേഡിയോ സയൻസ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഓർക്കണം, ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ്. അതേപോലെ ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ജഗദീഷ് ചന്ദ്ര ബോസ് തന്നെയാണ്. JC ബോസ് അദ്ദേഹമാണ് ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. പ്ലസ് ഫാദർ ഓഫ് റേഡിയോ സയൻസ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? JC ബോസ് ആണ്, ഓർത്തു വെക്കുക. ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു ഡിവൈസ് ക്രെസ്കോഗ്രാഫ് എന്ന് പറയും. സോ ക്രെസ്കോഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യല അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്ത വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? JC ബോസ് ആണ്, ഓർക്കുക. ക്രെസ്കോഗ്രാഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മുടെ ഒരു പ്രിലിമിനറി എക്സാമിന് ഇതേപോലെ ഒരു ഡിവൈസ് അതിന്റെ യൂസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊന്നും ബേസിക്സ് നമുക്ക് എവറിഡേ സയൻസ് പഠിക്കാനായിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് വന്നതാണ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ എന്നാലും ഇങ്ങനെയുള്ള ഡിവൈസ് കാണുമ്പോഴത്തേക്ക് അത് എന്തിനുള്ളതാണ് നമ്മൾ ഓർക്കണം. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് നമുക്ക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് ചെയ്തെന്നുള്ള രീതിയിലായിരുന്നു. സോ അത് ഓർത്ത് വെക്കണം, ഹൈഗ്രോമീറ്റർ ആണ്. ഓക്കെ, ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നതിന്. സോ അതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ അടുത്ത ക്ലാസ് അതാണ് വരുന്നത്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ക്രെസ്കോഗ്രാഫ് ആണ് നമ്മൾ പറഞ്ഞു പോയത്. ക്രെസ്കോഗ്രാഫ് ഇൻവെന്റ് ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? JC ബോസ് ആണ്. ഈ ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്നത് എന്താ? അതായത് നമുക്ക് പ്ലാൻ ഗ്രോത്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഏത്? ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. അതിന്റെ യൂസ് ഓർത്ത് വെക്കുക. പ്ലാൻ ഗ്രോത്ത് മെഷർ ചെയ്യുന്നതിനുള്ള ഡിവൈസ് ആണ് ഇത് ക്രെസ്കോഗ്രാഫ്. ഇൻവെന്റ് ചെയ്ത വ്യക്തി ആരാണ്? JC ബോസ് ആണ്, ഓർത്ത് വെക്കണം. ഫാദർ ഓഫ് റേഡിയോ സയൻസ്, ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ്. അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക. എന്താണ് പ്രത്യേകതകൾ? പിന്നെ നമുക്ക് സത്യേന്ദ്രനാഥ് ബോസ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഫിസിക്കൽ സ്റ്റേറ്റുകളിലെ 5th സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് ഏതാ? നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്, അല്ലെ? സോ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രഡിക്ഷൻസ് നടത്തിയിട്ടുള്ള വ്യക്തികളാണ് ആരാ? ഒന്ന് നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസും അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ. സോ രണ്ടുപേരുടെയും ആദരസൂചകമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിന് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഈ നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസ്, അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ 5th സ്റ്റേറ്റ് ആയിട്ടുള്ള ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ മെയിൻസിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. സോ അപ്പം 5th സ്റ്റേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോസോൺസ് ആണ്. ഓക്കെ, നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റിലെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ബോസോൺസ് ആണ്. പേര് നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ്. അതേപോലെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓർക്കണം, ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? സത്യേന്ദ്രനാഥ് ബോസ് ആണ്, ഓർത്തു വെക്കുക. ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് സത്യേന്ദ്രനാഥ് ബോസ്, ഓർത്തു വെക്കുക. ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ? ഹിഗ്സ് ബോസോൺസ് ആണ്, അല്ലെ? ഹിഗ്സ് ബോസോൺസ് ആണ് നമ്മൾ എങ്ങനെ പറയാം? ഗോഡ് പാർട്ടിക്കിൾ, ദൈവഗണം എന്ന് പറയുന്നത്. ദൈവഗണത്തിന്റെ അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ, ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ് ആണ്, ഓർത്തു വെക്കുക. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയുള്ള സയന്റിസ്റ്റുകള് അവരുടെ പ്രത്യേകതകൾ, ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്, ഫാദർ ഓഫ് റേഡിയോ സയൻസ്, ഇങ്ങനെയൊക്കെ ഇനിയും നമ്മളോട് ചോദിക്കാവുന്നതാണ്. സോ അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വ്യക്തികൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം, അതൊക്കെ അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ ടെക്നോളജിയിലെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഇനി നമ്മൾ എടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ ഈ പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കാണുന്നത് വെച്ചാണ്. അതിൽ നമ്മൾ പറഞ്ഞല്ലോ
ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാലും എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഡിസീസസും ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഒത്തിരി കാട് കയറി പഠിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് 21 മുതൽ നമുക്ക് വന്നിരിക്കും നമ്മുടെ 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.